ഇന്തോനേഷ്യയിലുണ്ടായ ഭൂചലനത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. നിരവധി തുടർ ചലനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം എത്രത്തോളം പേരെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ റിപ്പോർട്ടുകളൊന്നും തുടർന്ന് വന്നിട്ടില്ല. അതേസമയം ഇത്തരത്തിൽ എത്ര പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റി എന്ന കാര്യത്തിലും വ്യക്തതയില്ല. നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദ്വീപിന്റെ വടക്കൻ തീരത്ത് എൻഡയിൽ നിന്ന് ഏകദേശം 68 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറിയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്ത് ശക്തമായ തുടർ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരെണ്ണം 6.1 തീവ്രതയുള്ളതായിരുന്നു. അതേസമയം ഇവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നിരവധി പേർ ചികിത്സയിലാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് വിവരം. കിഴക്കൻ ന്യൂസ ടെങ്കാര, തെക്കൻ സുലേവേസി, പടിഞ്ഞാറൻ ന്യൂസ ടെങ്കാര എന്നീ പ്രവിശ്യകളിലാണ് ഭൂകമ്പം കാരണമുള്ള സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 0.5 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സുനാമിക്ക് മുമ്പുള്ള ഒരു സാധാരണ പ്രതിഭാസമാണ് കടൽ പിൻവാങ്ങുന്നത്. ഇത് കണ്ടാൽ സുനാമി ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു.